ശബരിമല മണ്ഡല സീസൺ തുടങ്ങിയിട്ട് ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഈ ദിവസം ഇന്നിപ്പോൾ കൂടുതൽ ഭക്തർ തീർത്ഥാടനത്തിനായി എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ശനിയും ഞായറുമൊക്കെ തീരെ തിരക്ക് കുറവായ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആസ്വാദകരമായൊരു തീർത്ഥാടനമായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഫ്ലൈ ഓവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും വലിയ തോതിൽ തിരക്കുണ്ട്. ഇതര സംസ്ഥാനക്കാരായ ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതലായും കാനനപാതയും വലിയ തോതിൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാനനപാതയിലൂടെ ഇന്നലെ മാത്രം 2000-ലധികം പേരാണ് ഈ സന്നിധാനത്തേക്ക് എത്തിയത്. അത് പുല്ലുമേട് വഴി എത്തിയ ആളുകളുടെ കണക്കാണ്. സാധാരണഗതിയിൽ അത് 1000-ൽ താഴെയൊക്കെയാണ് നിൽക്കാറ്. പക്ഷേ അതിലും എണ്ണം കൂടിയിട്ടുണ്ട്. വെള്ളം അവിടെ ഇല്ല, സൗകര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല, എത്തി கூட்டம் இருக்குது. எல்லாம் ஒரு 7 மணி நேரமாக நின்று தான் பார்க்குறேன். எல்லாம் ஏற சொல்லும் கஷ்டமாக இருந்தது, இறங்க சொல்லும் கஷ்டமாக இருந்தது. ജന സാമി പാക്കണ അവളെ കടുമയാ ഇറക്കും. തിരക്ക് നല്ല കൂടുതലാണ്, നിയന്ത്രണാതീതമല്ല. ഭക്ഷണ സൗകര്യങ്ങളും ഫുഡൊന്നും ശരിക്കും ലഭ്യമല്ല. സൗകര്യങ്ങൾ ഭയങ്കര മോശമാണ്. അതോടൊപ്പം തന്നെ സ്ലോട്ടുകളൊന്നും തന്നെ ഇപ്പോൾ കിട്ടാനില്ല. ആ രീതിയിൽ ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഇപ്പോഴേ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പേർ എത്തുന്ന ഇടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസുമൊക്കെ ചെയ്യുന്നത്. ഈ കാനനപാതയിലും ഭാഗത്തൊക്കെ വെള്ളവും ബിസ്ക്കറ്റും ഒന്നും അങ്ങനെ കാര്യമായ രീതിയിൽ കിട്ടാനില്ല എന്ന ഒരു ഭക്തരുടെ ഒരു പരാതിയുണ്ട്. അതും പരിശോധിക്കുന്ന തരത്തിലേക്ക് നീങ്ങണം. മറ്റൊന്ന്, സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകൾക്ക് സുഗമമായ രീതിയിലുള്ള ദർശനം, അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും പോലീസും ദേവസ്വം ബോർഡും കൃത്യമായ രീതിയിൽ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ വേണ്ടിയിട്ടുള്ള മുൻകരുതലെല്ലാം തന്നെ എടുത്തുകൊണ്ടിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.